നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1972 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന് ശേഷം ഉടമസ്ഥാവകാശമില്ലാത്ത ആനക്കൊമ്പ് കൈമാറി കിട്ടിയ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മന്ത്രിപ്പണി കുരുങ്ങി. നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാണ് എന്ന് മനസ്സിലായതോടുകൂടിയാണ് മന്ത്രിക്ക് കുരുക്ക് വീണത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉടമസ്ഥാവകാശമല്ലാത്ത ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്ന വിഷയം വിവാദമാക്കിയതിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന് പങ്കുണ്ട് എന്ന് മന്ത്രി ഗണേഷ് കുമാർ സംശയിക്കുന്നു. മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ കുടുക്കിയ മാതൃകയിൽ തന്നെയും കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അതേസമയം ഓവർ ആക്ഷൻ നടത്തുന്ന ഗണേശനെ സ്റ്റാൻഡിൽ പിടിക്കാനുള്ള CPMന്റെ തന്ത്രമാണോ ശശീന്ദ്രൻ വഴി പയറ്റിയത് എന്ന സംശയവും ഗണേശന് ഇല്ലാതില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസ്തൻ തന്നെയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മുൻ മന്ത്രി ആന്റണി രാജുവിനെയും ഗണേശന് സംശയമുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ വനംവകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം മലയാള മനോരമ പുറത്തുകൊണ്ടുവന്ന വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വിവരാവകാശ നിയമപ്രകാരം മലയാള മനോരമ പുറത്തുകൊണ്ടുവന്ന വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വിവരാവകാശം നിയമപ്രകാരം നൽകുന്ന മറുപടികളിൽ ഇടപെടാൻ മന്ത്രിക്ക് കഴിയില്ല. ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള കൊമ്പുകൾ ഈ പാരമ്പര്യമായി കിട്ടിയതാണോ എന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഗണേഷ് കുമാറിന് അത് എപ്പോൾ കൈമാറി കിട്ടി എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി പറയുന്നു. വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുൻപ് ആളുകൾ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നു. നിയമം വന്ന ശേഷം ക്രിയവിക്രയം പാടില്ല. ഗണേഷ് കുമാറിന്റെ കയ്യിൽ എങ്ങനെ എപ്പോൾ ആനക്കൊമ്പുകൾ എത്തിയെന്നും നിയമപരമായ എന്തു രേഖയുടെ അടിസ്ഥാനത്തിലാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നും അന്വേഷിക്കും. ഇതിൽ ഗണേഷ് കുമാറിന് ആനക്കൊമ്പ് എപ്പോൾ കിട്ടി എന്ന മന്ത്രിയുടെ ചോദ്യം പ്രസക്തമാണ്. ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷമാണ് ഗണേഷിന് ഇത് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. പിള്ള മരിച്ചത് 2021 മെയ് 3 അപ്പോൾ നിയമം പ്രാബല്യത്തിലായിട്ട് വർഷങ്ങളായി. കോടികൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ വനംവകുപ്പിന്റെ സ്റ്റോറുകളിലുണ്ട്. അവ കത്തിച്ചു കളയാനുള്ള നിയമത്തിൽ പറയുന്നുണ്ട്. ആനക്കൊമ്പിന് വേണ്ടിയുള്ള ആനവേട്ട തടയുവാനും ആനക്കൊമ്പ് വ്യാപാരം നിരുത്സാഹപ്പെടുത്താനുമാണ് ഈ വ്യവസ്ഥ അന്ന് നിയമത്തിൽ വന്നത്. കത്തിച്ചു കളയാതെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്ന മ്യൂസിയം വനംവകുപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ചില കാരണത്താൽ നടന്നില്ല. മുൻ വനമന്ത്രിയും കൂടിയായ ഗണേഷ് കുമാറിന്റെ കൈവശമുള്ള ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു ജോഡി ആനക്കൊമ്പ് ഉണ്ടെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് വനംവകുപ്പ് മറുപടി നൽകിയത്. ആനക്കൊമ്പുകൾ എങ്ങനെ കയ്യിലെത്തിയെന്നോ നിയമപരമായ എന്ത് നടപടിയെടുത്തെന്നോ മറുപടികൾ വിശദീകരിക്കുന്നില്ല. വർഷങ്ങളായി ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള ആനക്കൊമ്പിന് ഉടമസ്ഥാവകാശമില്ല എന്നും വനംവകുപ്പ് പറയുന്നു. മുൻ വനം മന്ത്രി കൂടിയായ ഗണേശന് എങ്ങനെ ആനയെ കിട്ടി എന്ന് വനംവകുപ്പിന് അറിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം നൽകിയിട്ടില്ല എന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ഗണേശന്റെ കൈവശമുള്ള ഇപ്പോഴുള്ള ആനക്കൊമ്പ് അദ്ദേഹത്തിന്റേതാണെന്നതിന് മൈക്രോ ചിപ്പ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ ബുക്ക് എന്നീ രേഖകൾ മാത്രമാണ് ഉള്ളത്. പിതാവും മുൻ മന്ത്രിയുമായ അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുണ്ടായിരുന്ന ആനക്കൊമ്പാണ് ഗണേശന് ലഭിച്ചത്. ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ആനക്കൊമ്പ് എത്തിയത് എങ്ങനെയെന്ന വിവരം വനംവകുപ്പ് ആസ്ഥാനത്ത് ഇല്ല. കൈവശാവകാശ നിയമപ്രകാരം ആനക്കൊമ്പ് ഗണേശന് മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷയിൽ വനംവകുപ്പ് ഇതുവരെ തീരുമാനവും എടുത്തിട്ടില്ല. നിയമപരമായി ആധികാരിക രേഖകൾ ഇല്ലാതെ ആനക്കൊമ്പ് കൈവശം വെക്കുന്നത് വന്യജീവി നിയമപ്രകാരം കുറ്റകരമാണ്. ഇതിലും മന്ത്രി കുരുങ്ങും. ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരാവകാശ രേഖയിൽ വനം വകുപ്പ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആനക്കൊമ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്നും ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുമുള്ള രേഖകൾ ലഭ്യമല്ല. ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുണ്ടായിരുന്നതിൽ 5 ജോഡി ആനക്കൊമ്പും 110 ഗ്രാം ചെറുകഷ്ണങ്ങളും വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ആനക്കൊമ്പ് ലഭിച്ചതിന്റെ ഉറവിടം അറിയില്ല എങ്കിൽ കേസെടുത്ത് പിടിച്ചെടുക്കണമെന്നിരിക്കെയാണ് ഇത് ചെയ്യാതെ ഏറ്റെടുത്ത വിചിത്ര നടപടി പുറത്തുവരുന്നത്. എന്നാൽ മന്ത്രിയുടെ കയ്യിലെ അനധികൃത കൊമ്പ് പിടിച്ചെടുത്ത വിവാദം ഒതുക്കുക എളുപ്പമല്ല. ഇതിനോടകം തന്നെ ഗണേഷ് കുമാറിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ സർക്കാർ പ്രതി ചേർത്തിരുന്നു. വനം വകുപ്പാണ് ലാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമ നടപടികൾ തുടങ്ങിയത്. കേസിലുണ്ടായ താമസത്തിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നതിനെ തുടർന്നായിരുന്നു നടപടി. സർക്കാർ നൽകിയ 2 വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് സർക്കാരിന് വിനയായി മാറിയത്. ആദ്യത്തെ റിപ്പോർട്ട് മോഹൻലാലിനെ കേസിൽ പ്രതിയാക്കണമെന്നായിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ്. രണ്ടും നൽകിയത് UDF സർക്കാരിന്റെ കാലത്ത് വനം വകുപ്പായിരുന്നു. അന്ന് വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. ലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്ന് 2012 ജൂണിലാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്തത്.
ആദായ നികുതി വകുപ്പാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രഹസ്യ റെയ്ഡ് നടത്തിയത്. 65,000 രൂപ നൽകി വാങ്ങിയെന്നായിരുന്നു മോഹൻലാലിന്റെ വിശദീകരണം. കെ കൃഷ്ണകുമാർ എന്നയാളിൽ നിന്നും താൻ ആനക്കൊമ്പ് വാങ്ങി എന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൃഷ്ണകുമാറിനെയും കേസിൽ പ്രതിയാക്കി. മോഹൻലാലിനെതിരെ നടപടി വേണ്ട എന്ന് പല കോണുകളിൽ നിന്നും സർക്കാരിന് ഉപദേശം ലഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ അത് വഴങ്ങിയില്ല. വളരെ മുമ്പേ തന്നെ നരേന്ദ്രമോദി സ്തുതിയുടെ പേരിലും മറ്റും ഇടതുപക്ഷവുമായി ലാൽ അത്ര നല്ല സ്വരച്ചേർച്ചലല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നീട് വീണ്ടും കേസ് അങ്ങനെ ഇഴഞ്ഞു നീങ്ങി. മോഹൻലാലിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പിനെ കുറിച്ച് പലതരം ദുരൂഹതകൾ പ്രചരിക്കുന്നുണ്ട്. ആനകളെ കൊന്ന് ആനക്കൊമ്പ് അപഹരിക്കുന്ന ചിലരെ പിടികൂടിയപ്പോഴും മോഹൻലാൽ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നു. എന്നാൽ പിന്നീട് പിണറായി സർക്കാർ തന്നെ ലാലിനെതിരെ ആനക്കൊമ്പ് കേസ് അത് പിൻവലിക്കാൻ തീരുമാനിക്കുകയും ഉണ്ടായി. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എറണാകുളം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. കോടതിയോട് അഭ്യർത്ഥന നടത്താനുള്ള കത്തായിരുന്നു ഇത്. എന്നാൽ ഇക്കാര്യം ദേശീയ ദിനപത്രമായ ദ ഹിന്ദു വാർത്തയാക്കിയതോടുകൂടി കളക്ടർക്ക് നൽകിയ കത്തിന്മേൽ തൽക്കാലം നടപടി വേണ്ട സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. വാർത്ത ഹിന്ദുവിൽ വന്നതിൽ കോടതികളിൽ പലതരത്തിലുള്ള കളികൾ പാളുമോ എന്ന സംശയത്തിലായിരുന്നു സർക്കാർ. കേസ് പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വനമന്ത്രി ഒപ്പിടുകയായിരുന്നു. കേസ് പിൻവലിക്കുന്നതിന് മുൻപ് നിയമവകുപ്പ് കേസ് ഫയൽ കണ്ടിരുന്നു. നിയമവകുപ്പിന്റെ അനുമതി ലഭിക്കാതെ ഒരു ക്രിമിനൽ കേസും പിൻവലിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേസ് പിൻവലിക്കേണ്ടത് കോടതിയാണ്. കേസ് പിൻവലിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ കോടതികൾ സാധാരണ അനുവദിക്കാറുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ വിഷയം സാധാരണ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. മോഹൻലാലിനെതിരായ കേസ് നിസാരമായി പിൻവലിക്കാൻ കഴിയുന്നതുമല്ല. അതിന് കോടതിയുടെ സഹായം കൂടിയേ തീരൂ. മോഹൻലാലിനേക്കാൾ പ്രമാദമാകാൻ പോകുന്നതാണ് ഗണേഷിന്റെ കേസ്.